എല്ലാവർക്കും ക്രോസ് മീഡിയ പോളറ്റിക്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയൊരു വിവാദമായ കാര്യമാണ് നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ, അതായത് നടേശൻ മുതലാളി പറഞ്ഞൊരു സംഭവം. ക്രൈസ്തവർ മതപരിവർത്തന ലോബികളാണ്. മറ്റൊന്നും ക്രൈസ്തവരെക്കുറിച്ച് അദ്ദേഹത്തിന് പറയാനില്ലാത്ത വിധം പണം കൊടുത്ത് ആളുകളെ മതം മാറ്റം ചെയ്യുന്ന ആളുകളാണ് ക്രൈസ്തവർ. ആ നിലയിലൊക്കെയാണ് അദ്ദേഹം പങ്കുവെച്ചത്. ക്രിസ്ത്യാനികൾ ഇവിടെ ഹിന്ദുക്കളെ എന്തുമാത്രം മതം മാറ്റുന്നു, അതെന്താ പറയാത്തത്? ഇതിനോട് ചേർന്ന് മറ്റൊരാൾ കൂടിയുണ്ട്, നമ്മുടെ അൻസാരി ഉസ്താദ്. വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ ഭാര്യയുടെ അണ്ടർ ഗാർമെൻറ്റിനായിട്ട് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന അൻസാരി. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇന്ത്യ മഹാരാജ്യത്തിന് ക്രൈസ്തവരൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അല്ല പി സി ജോർജ്, ഈ നിങ്ങളുടെ കൂട്ടക്കാരെങ്കിലും ഇന്ത്യ മഹാരാജ്യത്തിന് എന്തെങ്കിലും സംഭാവന ചെയ്തിട്ടുണ്ടോ? ഞങ്ങളങ്ങനെ കുറെ നാളുകൊണ്ട് ആലോചിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് പറഞ്ഞു കേൾക്കട്ടെ. ഈ വിൻസ്റ്റൺ ചർച്ചിലിന്റെ ഭാര്യയുടെ അണ്ടർ ഗാർമെന്റ് അല്ലാത്ത വല്ലതും എന്തെങ്കിലും ഉണക്കാനിട്ടത് തിരിച്ചെടുത്തുകൊണ്ട് പോകാൻ മറന്നതല്ലാത്ത വേറെ എന്തെങ്കിലും ഉണ്ടോ അവിടെ? അങ്ങനെ അല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് പറയണേ. നിങ്ങൾ എന്താണ് ഈ രാജ്യത്തിന് വേണ്ടി സംഭാവന ചെയ്തത്? നാണമില്ലേ പി സി ജോർജ് ചോദിക്കുകയാണ്. ഞാനിതിനെ മനസ്സിലാക്കുന്നത് ഇത് ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ക്രൈസ്തവർ കേവലം മതപരിവർത്തന ലോബികളാണ് എന്ന് മാത്രമല്ല, അവർ രാജ്യത്തിനൊന്നും സംഭാവന ചെയ്തിട്ടില്ല. ഇത് ഒരു കാര്യത്തിൻ്റെ രണ്ട് വശമായിട്ട് ഇവർ ക്രൈസ്തവർക്ക് നേരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണമാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നേരത്തെ ഒരു വീഡിയോ ആ നിലയിൽ ചെയ്തിട്ടുണ്ട്. ക്രൈസ്തവ മിഷണറിമാരുടെ ചരിത്രം ഇവർ പഠിക്കേണ്ടതാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടെങ്കിലും പ്രത്യേകിച്ച് അച്ചടിയുടെ വായനയുടെ ആ വിഹായസിലേക്ക് നമ്മൾ നടത്തിയത് ക്രൈസ്തവ മിഷണറിമാരാണ്. അച്ചടിയുടെ വിപ്ലവം തന്നെ അവർ തീർത്തു. നമ്മൾ ഈ അച്ചടിയുടെ കാര്യം പറയുമ്പോൾ അതിൻ്റെ ചരിത്രം തുടങ്ങുന്നത് ചൈനയിലാണ്. ചൈനയിൽ നിന്ന് കൊറിയയിലേക്ക്, പിന്നീട് യൂറോപ്പിലേക്ക്, യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്ക് ക്രൈസ്തവ മിഷണറിമാരാലാണ് ഇവിടേക്ക് എത്തുന്നത്. അച്ചടിയും അതിനോടനുബന്ധിച്ച കാര്യങ്ങളും ഇന്ത്യയിലേക്ക് എത്തുന്നത് ക്രൈസ്തവ മിഷണറിമാരാലാണ്. പ്രത്യേകിച്ച് ഗുട്ടൻബർഗിനെ പോലുള്ള ക്രിസ്ത്യൻ മിഷണറിമാരാണ് ആധുനിക അച്ചടിയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. പല രാജ്യങ്ങളിൽ പലരാണെന്നുള്ള ചിന്തയുണ്ടെങ്കിലും പൊതുവായൊരു ഐക്യത്തിൽ ഗുട്ടൻബർഗിനെയാണ് അങ്ങനെ കാണുന്നത്. ജർമ്മൻകാരനായ ഗുട്ടൻബർഗ്. ലത്തീൻ ബൈബിളാണ് അദ്ദേഹം ആ നിലയിൽ അച്ചടിച്ചത്. അതിനുശേഷം ഇവിടേക്ക് വരുമ്പോൾ, ഇന്ത്യയിലേക്ക് വരുമ്പോൾ വളരെ വലിയ വിശാലമായൊരു ചരിത്രം നമുക്ക് മുമ്പിലുണ്ട്. ഇവിടെ മലയാള വ്യാകരണവും ബൈബിളും അച്ചടിച്ചുകൊണ്ടാണ് ക്രൈസ്തവ മിഷണറിമാർ അച്ചടിയുടെ വിപ്ലവം തീർത്തത്. ഒരുപാട് പേരുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ബെഞ്ചമിൻ ബെയ്ലിയാണ് ചതുര അക്ഷരത്തിൽ നിന്ന് ഉരുണ്ട വടിവുള്ള അക്ഷരത്തിലേക്ക് കൊണ്ടുവന്നത്. ബെഞ്ചമിൻ ബെയ്ലിയാണ്. ഒരുപാട് കഷ്ടതകൾ അദ്ദേഹം അതിനായിട്ട് സഹിച്ചിട്ടുണ്ട്. ധീരമായൊരു പ്രയത്നമായിരുന്നു അത്. അദ്ദേഹം ബൈബിളിനെ മാത്രം ആ നിലയിൽ അച്ചടിച്ച് നമ്മളിലേക്ക് എത്തിക്കുക മാത്രമായിരുന്നില്ല. ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു, മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു ഇന്നും നമുക്ക് വിസ്മരിക്കാൻ പറ്റാത്ത സേവനമാണത്. ലണ്ടൻ മിഷണറി സൊസൈറ്റിയും ബാസൽ മിഷനും ഒക്കെ നടത്തിയ പ്രവർത്തനങ്ങൾ, ചർച്ച് മിഷൻ, CMS, ചർച്ച് മിഷൻ സൊസൈറ്റി, ഇവരൊക്കെ നടത്തിയ സേവനങ്ങൾ നമുക്ക് വിസ്മരിക്കാൻ പറ്റാത്തതാണ്. ക്ലോഡിയസ് ബുക്കാനൻ്റെ ചരിത്രം നമുക്ക് എങ്ങനെ വിസ്മരിക്കാൻ പറ്റും? ഒരു മലയാളം ബൈബിൾ ചതുര വടിവിൽ, മലയാളം ബൈബിൾ പൂർണ്ണമായിട്ട് അച്ചടിച്ച് നമ്മളിലേക്ക് എത്തിച്ചത് ക്ലോഡിയസ് ബുക്കാനനാണ്. ആ ചതുര വടിവിനെ മാറ്റിക്കൊണ്ടാണ് ബെഞ്ചമിൻ ബൈലി ഉരുണ്ട ഭംഗിയുള്ള അക്ഷരത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നത്. തെക്കൻ ജില്ലകളിൽ ക്രൈസ്തവ മിഷണറിമാർ, ചാൾസ് മീഡിനെ പോലുള്ള, കേണൽ മൺറോയെ പോലുള്ള ക്രിസ്ത്യൻ മിഷണറിമാർ ചെയ്ത വലിയ പ്രയത്നങ്ങളുണ്ട്. പ്രസ്സുകൾ സ്ഥാപിച്ച് അച്ചടിച്ച് അവർ വിതരണം ചെയ്തു. തെക്കൻ ജില്ലകളിൽ അത്തരത്തിലുള്ള വിപ്ലവം തന്നെ നടത്തിയിട്ടുണ്ട്. അത് പറഞ്ഞ് എത്തിക്കാനുള്ള സമയം പോരാ എൻ്റെ മുമ്പിൽ.
നാഗർകോവിലിൽ, തെക്കൻ ജില്ലകളിൽ മാത്രമല്ല, തിരുവനന്തപുരത്തും കൊല്ലത്തും മാത്രമല്ല, നാഗർകോവിലിൽ ക്രൈസ്തവ മിഷണറിമാർ വലിയ ചരിത്രം തീർത്തിട്ടുണ്ട്. ഇനി നമ്മൾ അച്ചടിയുടെ ചരിത്രം പറയുമ്പോൾ വിസ്മരിക്കാൻ പറ്റാത്ത മറ്റൊരാളാണ് ഹെർമൻ ഗുണ്ടർട്ട്. മലയാളികളെ വായിക്കാൻ പഠിപ്പിച്ചയാളാണ്. നമ്മുടെ ആദ്യത്തെ പത്രം അച്ചടിച്ചത് ആരാണ്? ഈ ഹെർമൻ ഗുണ്ടർട്ടാണ്, ഈ ക്രിസ്ത്യൻ മിഷണറി. രാജ്യസമാചാരവും പശ്ചിമോദയവുമാണ് ആദ്യത്തെ 2 പത്രങ്ങൾ. അത് അച്ചടിച്ചത് ആരാണ്? ആ നിലയിൽ അച്ചടിച്ച് നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചത് ഹെർമൻ ഗുണ്ടർട്ടാണ്. ധീരനായ ക്രിസ്ത്യൻ മിഷണറി നമ്മളെ വായിക്കാൻ പഠിപ്പിച്ചത്, നമ്മളെ വായനയുടെ ലോകത്തിലേക്ക് എത്തിച്ചത് ക്രിസ്ത്യൻ മിഷണറിമാരാണ്. മലയാളത്തിൽ അച്ചടിച്ച പുസ്തകം ഏതാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ആദ്യം അച്ചടിക്കപ്പെട്ടത് ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. ആംസ്റ്റർഡാമിൽ വെച്ചാണ് അത് അച്ചടിച്ചത്. വാൻ റീഡിനെ പോലുള്ള, ജോസഫ് മാത്യുവിനെ പോലുള്ള ആളുകൾ അതിന് മുമ്പിലുണ്ട്. കൊങ്കണി ബ്രാഹ്മണന്മാരും ഇട്ടി അച്യുതൻ എന്ന ഈഴവ വൈദ്യനും, നമ്മുടെ നടേശൻ മുതലാളി കേൾക്കണ്ട, അച്ചടിയിൽ പങ്കുചേർന്നിട്ടുണ്ട്. എന്നാൽ മലയാളത്തിൽ, ഇന്ത്യയിൽ വെച്ച് ആദ്യം അച്ചടിച്ച ഗ്രന്ഥം ഏതാണ് എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അത് മലയാള വ്യാകരണവും അതുപോലെ തന്നെ ബൈബിളുമാണ്. ആദ്യം 4 സുവിശേഷങ്ങളും അപ്പോസ്തല പ്രവൃത്തികളും മാത്രമേ ആ ബൈബിൾ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ക്ലോഡിയസ് ബുക്കാനനാണ് പൂർണ്ണമായൊരു ബൈബിൾ അച്ചടിച്ച് നമ്മളിലേക്ക് എത്തിക്കുന്നത്. ഫാദർ പിയാനിയോസിൻ്റെ സേവനങ്ങൾ നമുക്ക് വിസ്മരിക്കാൻ പറ്റുമോ? ഇല്ല. മലയാള ഭാഷയിൽ അച്ചടിച്ച് നമ്മളിലേക്ക് വായനയുടെ വിശാലത പരിചയപ്പെടുത്തിയ പിയാനിയോസ്, അച്ഛൻ്റെ സേവനങ്ങൾ നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ മാന്നാനത്ത് അച്ചടി പ്രസ് സ്ഥാപിച്ച ചാവറയച്ഛൻ്റെ സേവനങ്ങൾ. പിയാനിയോസ് അച്ചടിച്ച ഗ്രന്ഥമാണ് സംക്ഷേപ വേദാർത്ഥം. ക്രൈസ്തവ വിശ്വാസത്തെ വിശദീകരിക്കുന്ന ഗ്രന്ഥമാണത്. അതുപോലെ നമ്മൾ ഇന്ത്യയിൽ അച്ചടിച്ച ആദ്യത്തെ ഗ്രന്ഥം ഏതാണെന്ന് ചിന്തിക്കുമ്പോൾ അതിൽ നമുക്ക് അഭിമാനിക്കാനുണ്ട്. അത് നമ്മുടെ ഫ്രാൻസിസ് സേവിയർ രചിച്ച ഡോക്ട്രിന ക്രിസ്റ്റീന എന്ന ഗ്രന്ഥമാണ്. അതും ക്രൈസ്തവ വിശ്വാസത്തെ വിശദീകരിക്കുന്ന ഗ്രന്ഥമാണ്. പോർച്ചുഗീസ് ഭാഷയിലാണ് എഴുതിയത്. എന്നാൽ ഒരു ഇന്ത്യൻ ലിപിയിൽ ആദ്യമായി അച്ചടിച്ച ഗ്രന്ഥം ഇതിൻ്റെ തമിഴ് പതിപ്പാണ്. തമ്പിരാൻ വണക്കം, ഫ്രാൻസിസ് സേവിയർ എഴുതിയ ഡോക്ട്രിന ക്രിസ്റ്റീന എന്ന ഗ്രന്ഥത്തിൻ്റെ തമിഴ് പതിപ്പ്. ഇന്ത്യൻ ലിപിയിൽ ആദ്യം പുറത്തിറങ്ങിയ പുസ്തകമാണത്, തമ്പിരാൻ വണക്കം. അപ്പം ഇങ്ങനെ വലിയൊരു ചരിത്രം നമുക്ക് പറയാനുണ്ട്. പറഞ്ഞാൽ തീരാത്ത ഒട്ടനവധി ക്രൈസ്തവ മിഷണറിമാരുണ്ട്. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ, സന്നദ്ധ പ്രവർത്തനങ്ങളിൽ പറഞ്ഞു തീരാത്തത്ര കാര്യങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. അത്തരം കാര്യങ്ങൾ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ചിന്ത. ഇപ്പോൾ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഞാൻ പറയുന്നൊരു കാര്യം, ഇവിടെ പ്രസ് ഉണ്ടാക്കി, ഇവിടെ അച്ചടിച്ച് ബൈബിൾ മാത്രമല്ല നിഘണ്ടുകൾ, വ്യാകരണങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ച ക്രിസ്ത്യൻ മിഷണറിമാർ. ആദ്യം ചതുരവടിവിലുള്ള അക്ഷരങ്ങളായിരുന്നെങ്കിൽ ആ ചതുരവടിവ് മാറ്റിയതും ഉരുണ്ട വടിവത്ത അക്ഷരങ്ങളിലേക്ക് എത്തിച്ചതും ക്രിസ്ത്യൻ മിഷണറിമാരാണ്. അതിനുശേഷം നമ്മളെ പത്രം വായിക്കാൻ പഠിപ്പിച്ചതും ക്രിസ്ത്യൻ മിഷണറിമാരാണ്. അവരിവിടെ ഒന്ന് പ്രസ് ഉണ്ടാക്കി അച്ചടിച്ച് ഗ്രന്ഥങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുകയായിരുന്നു. അതിൽ വലിയൊരു പ്രയത്നമുണ്ട്. അപ്പോൾ നമ്മൾ വായിക്കാൻ പഠിപ്പിച്ചത് അവരാണ്. ഇവിടെ അച്ചടിയുടെ വിപ്ലവം തീർത്തത് അവരാണ്. പത്രം വായിക്കാൻ പഠിപ്പിച്ചത് ഈ ക്രിസ്ത്യൻ മിഷണറിമാരാണ്. ഇത് കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും അവരുടെ സ്വാധീനമുണ്ട്. അതിൽ ബാസൽ മിഷൻ്റെ, ലണ്ടൻ മിഷണറി സൊസൈറ്റിയുടെ, ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ, CMSൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. വെള്ളാപ്പള്ളിയും അൻസാരി ഉസ്താദും അറിയേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യം, ക്രൈസ്തവർ ഈ രാജ്യത്തിനായിട്ട് ഒന്നും സംഭാവന ചെയ്തില്ല എന്ന് അൻസാരി പറയുമ്പോഴും, ക്രൈസ്തവർ കേവലം മതപരിവർത്തന ലോബിയാണെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുമ്പോഴും നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ക്രൈസ്തവർ കേവലം മതപരിവർത്തന ലോബികളല്ല, അല്ലെങ്കിൽ ഈ രാജ്യത്തിനൊന്നും സംഭാവന ചെയ്യാത്തവരല്ല. പിന്നെയോ അവർ ഈ രാജ്യത്തെ തന്നെ മാറ്റിമറിച്ചവരാണ്, വായിക്കാൻ പഠിപ്പിച്ചവരാണ്. അച്ചടിച്ച് ഇന്ന് കാണുന്ന വിധത്തിൽ ഉള്ള അക്ഷരങ്ങൾ ഉണ്ടാക്കി നമ്മളെ വായിക്കാൻ പഠിപ്പിച്ചവരാണ് ക്രിസ്ത്യൻ മിഷണറിമാർ. പത്ര വായനയുടെ സംസ്കാരത്തിലേക്ക് നമ്മളെ നയിച്ചവരാണ് ക്രിസ്ത്യൻ മിഷണറിമാർ. അത് മറക്കരുത്. കേവലം മതപരിവർത്തനമല്ലായിരുന്നു അതിൻ്റെ ലക്ഷ്യം.
വിദ്യാഭ്യാസം ഉറപ്പുവരുത്തിയത് ക്രിസ്ത്യൻ മിഷണറിമാരാണ്. വായിക്കാനും പഠിക്കാനുമുള്ള എല്ലാവരുടെയും സ്വാതന്ത്ര്യത്തെ ഉറപ്പുവരുത്തിയത് ക്രിസ്ത്യൻ മിഷണറിമാരാണ്. അത് തെക്കൻ ജില്ലകളിലും മധ്യ കേരളത്തിലും എല്ലായിടത്തും ഉറപ്പുവരുത്തിയത് ക്രിസ്ത്യൻ മിഷണറിമാരാണ്. അപ്പോൾ അച്ചടിയുടെ വിപ്ലവം ഇവിടെ ക്രിസ്ത്യൻ മിഷണറിമാർ തീർത്തിട്ടുണ്ട്. വായനയുടെ വിപ്ലവം ക്രിസ്ത്യൻ മിഷണറിമാർ തീർത്തിട്ടുണ്ട്. വെള്ളാപ്പള്ളിയും അൻസാരിയുമൊക്കെ ആ ചരിത്രം നന്നായി പഠിക്കേണ്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.